വേണു എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ വേണു സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേണുവും നമ്മുടെ മുതലാളിയും സുഹൃത്തുക്കളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മുതലാളിയെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. സലീം, ഞാൻ സെക്രട്ടറി ആയതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ഥാനം തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല. എന്റെ നിലപാട് നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കും. പക്ഷേ അതിന്റെ പേരിൽ എന്റെ സ്നേഹിതനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. വേണുവിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് വേണുവിനെ ഞങ്ങൾ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. സലീം പറഞ്ഞത് സലീമിന്റെ സ്വന്തം അഭിപ്രായമാണ്. ഭൂരിപക്ഷത്തെ മാനിക്കാൻ സലീം തയ്യാറാവണം. ഇല്ല, ഭൂരിപക്ഷത്തിന്റെ പേരിൽ എന്ത് തെറ്റ് ശരിയെന്ന് പറയാൻ സലീമിനെ കിട്ടില്ല. സലീമിന്റെ കണക്കൂട്ടലുകൾ ഇന്നുവരെ തെറ്റിയിട്ടുമില്ല. ഞാനിപ്പോ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യമാവും. വരണ ഈ പാർട്ടിയൊക്കെ മറ്റന്നാളായാലും മനസ്സിലാവില്ല. വായിലെ വെള്ളം പറ്റിക്കാൻ വാടിയ പോവാ വെളിയിലൊക്കെ വരില്ലോ. ഞങ്ങളുടെ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ. നിങ്ങൾ ഇങ്ങനെ ധൃതിപ്പെട്ടാലോ? മിനിസ്റ്റർ ടൂർ കഴിഞ്ഞു നിങ്ങൾ വന്നോട്ടെ, ഞാൻ എല്ലാം ശരിയാക്കി തരാം. വളരെ ഉപകാരം. അപ്പൊ ഞങ്ങൾ വരട്ടെ. സുരേന്ദ്ര, ഞാൻ തഹസിൽദാരുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു വെച്ചിരിക്കുക. അദ്ദേഹം നാളെ തന്നെ ഒപ്പിട്ടയക്കും. സുരേന്ദ്ര പോയിക്കോ. ഓ സർ, സലീം എന്താ സലീം നിന്റെ മുഖത്തൊരു ഗൗരവം? ഇന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പില് വേണുവിനെയാണ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത്. ഞങ്ങൾ അതിന്റെ പ്രതിഷേധിച്ചിറങ്ങി പോകുന്ന. അതെനിക്ക് നേരത്തെ അറിയാം. അതല്ലേ ഇവൻ വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നേ. വേണുവിനെ കുറിച്ച് തൊഴിലാളികൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും. അതാണല്ലോ അവർ അവനെ തന്നെ തിരഞ്ഞെടുത്തത്. വേണു മാനേജ്മെന്റ് പോക്കറ്റിൽ കിടക്കുന്ന ഒരു പാവയാണ്. അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ അംഗീകരിക്കണമെന്നാണോ സാറ് പറയുന്നത്? എടാ സലീം, നീ ബഹളം വെക്കരുത്. എല്ലാറ്റിനും പോംവഴിയില്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണ്? കമ്പനിയിലെ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. അതിനാരായാലും എന്ത്? എന്തായാലും ശരി, വേണുവിനെ ഞങ്ങൾ സെക്രട്ടറിയായിട്ട് അംഗീകരിക്കില്ല. ഞങ്ങൾ പുതിയ ഡിമാൻഡ്സ് വെക്കാൻ പോവാണ്. സാറേ, എനിക്ക് ഡിമാൻഡ്സ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളല്ലാതെ നല്ല മനസ്സിയോട് തുറക്ക്. ഏയ്, നമ്മളിങ്ങനെ ചില്ലറ ബിസിനസ് ചെയ്ത് കഴിഞ്ഞു കൂടുന്നു. ഇല്ല, ആ പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല ഇതുവരെ. ഇല്ലല്ല, അല്ലെന്നേ, ബിസി ഒന്നും അല്ല. ബോംബെ ടൂർ ക്യാൻസൽ ചെയ്തു. ഏയ് സാർ, അപ്പൊ ശരി, നാളെ കാണാം. ഓക്കെ. ആ സാറായിരുന്നു. ഇരിക്കേ. അതെന്താ ഒരു പുതിയ കീഴ്വഴക്കം? സാറിപ്പോ യൂണിയൻ നേതാവൊക്കെ അല്ലേ, ഇനിയിപ്പോ ബഹുമാനിച്ചില്ലെന്ന് വേണ്ട. ആ ബഹുമാനമൊന്നും വേണ്ട. ഇത് പിന്നെ ഞങ്ങളുടെ പുതിയ ഡിമാൻഡ്സ് ആണ്. ഡിമാൻഡ്സ്? എന്ത് ഡിമാൻഡ്സ്? വായിച്ചു നോക്ക്, അപ്പൊ അറിയാം. ഇതെന്തോന്ന് നീണ്ട കഥയോ? കുറെ ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ വായിച്ചോളാം. ഈ വക കാര്യങ്ങളൊന്നും വൈകിക്കരുത്, ഉടനെ മറുപടി കിട്ടണം. ഏതായാലും നീ സെക്രട്ടറി ആയത് എനിക്ക് സൗകര്യമായി. അത് മനസ്സിരിക്കട്ടെ. താമസിയാതെ ഇതിന് തീരുമാനം എടുക്കണം. വായിച്ചു നോക്കട്ടെ, പെട്ടെന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. അപ്പൊ ഞാൻ വരട്ടെ. മിനിമോളെ, എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങൾ ഗുരുവായൂരിന്ന് വരുന്ന വഴിയാ. പ്രസാദ് ഞാനിട്ട് വരാം. വേണോടെ പോയി? അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ, വേണു അപ്പുറത്തുണ്ടോ നോക്ക്. വന്ന കാലം നിൽക്കാതിരിക്കുന്നേ. അയ്യോ, പറമ്പി പണിക്കാരെ നിർത്തിയിരിക്കുക, വേഗം പോണം. ഓ, അതൊന്നും സാരമില്ല, കാപ്പി കുടിച്ചിട്ട് പോകാം. വാ ചേട്ടാ. ചേട്ടാ ചേട്ടാ കണ്ടോ? കണ്ടു. എന്നിട്ട് എവിടെ? ദാ നിൽക്കുന്നു. ഞാൻ നിന്റെ ചേട്ടന്റെ കാര്യം ചോദിച്ചത്. ചേട്ടനെ കണ്ടില്ല. നന്നായി,
നിന്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചല്ലോ. സത്യത്തിൽ വേണുവേട്ടനെ കാണല്ലേ കാണല്ലേ എന്നല്ലേ നീ മനസ്സിൽ പ്രാർത്ഥിച്ചത്? എന്നാര് പറഞ്ഞു? നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ. ആ, അതെന്ത് പോക്കാണ് ശ്രീമതി, നമ്മളെയൊക്കെ അങ്ങ് തഴഞ്ഞോ? അയ്യേ, എന്താ ഇത്? ആ പണ്ടേ മുളഞ്ഞൊന്നേ നമ്മുടെ ആന്റിയുടെ കണ്ണിലെ ഒരു കരട് പോയി. വലിയ കരടാണോ ആന്റി? പിന്നെ ഇത്ര ഉണ്ട്. എവിടെ, ഞാൻ നോക്കട്ടെ. അങ്ങള് കാണിച്ചു തരാം. മോള് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? എന്തിനാ വെള്ളം? ആന്റിയുടെ കണ്ണിലെ കരട് കഴുകി കളയാൻ. ആ മോള് പോയി ഒരു ഗ്ലാസ് എടുത്ത് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി വെള്ളം എടുത്തുണ്ടല്ലോ. നല്ല കുട്ടിയല്ലേ? ചെല്ല്. ഓ, മിനിക്കുട്ടി പോയി ശ്രീമതി കണ്ണു പറഞ്ഞോളൂ. രാജേട്ടൻ എന്താ പറഞ്ഞത്? ഗ്ലാസ് നന്നായിട്ട് കഴുകി പതുക്കെ വെള്ളം എടുത്തോണ്ട് വരാനോ? പിന്നെ വേഗം വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സംഗതി അങ്ങ് മുഴുപ്പിച്ചോളാം. ഈ രാജേട്ടൻ അങ്ങനെ പോവാതെ വല്ലതും കാണില്ല. അവളിപ്പോഴും വരികയല്ല, വെള്ളമൊക്കെ എടുത്ത് വരുമ്പോ നേരം വെളുക്കും. വേണ്ട രാജേട്ടൻ. ആന്റി, വയറ് വയ്ക്കുന്നുണ്ടോ? അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ കണ്ണിറങ്ങി വയറ്റി അല്ല കരടിറങ്ങി വയറ്റി പോകും. ഇപ്പോഴെന്തായി? അയ്യോ, ഇപ്പൊ കരട് വയറ്റി പോയോ? പിന്നെ ആന്റി, വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ടോ? പിന്നെ വേദനിക്കാതിരിക്കുമോ മോളെ? കണ്ണി കരട് പോയാ വയറെങ്ങനെ വേദനിക്കും? കണ്ണല്ലേ മോളെ നമ്മുടെ എല്ലാവരുടെയും കണ്ണ്. കണ്ണ് വേദനിച്ച പിന്നെ വയറ് വേദനിക്കാതിരിക്കുമോ? അല്ലേ സിന്ധു? ആന്റി, കണ്ണ് ഞാൻ കഴുകി തരാം. അത് വേണം മോളെ. അതെ, അങ്കിള് കഴിക്കൂടെ കേട്ടോ, അങ്കിള് കഴിക്കൂടെ. വേണ്ട. പിടിച്ചേ. അയ്യോ മോളെ. മതി മോളെ, കരട് പോയി. അയ്യോ മതി. ഇപ്പൊ കരട് പോയി ആന്റി. പിന്നെ ഇപ്പൊ കരണം പോയി, കംപ്ലീറ്റ് എല്ലാം പോയി. എന്റെ പൊന്നു മോള് കൊണ്ട് അപ്പുറത്ത് കേട്ടോ. നല്ല കുട്ടിയല്ലേ? മിനിമോട് അടുത്ത് ഒരു അടവും നടക്കില്ല. ആ എങ്ങനെ എന്റെ എല്ലാം അനന്തരമുള്ളൂ. എങ്ങനെ ഗുണം വരാനാ? ആ അമ്മ, വീഴുന്നില്ലല്ലോ. അണ്ണാ രാഘവൻ രാഘവ, sorry, അവിടെ. എടുക്ക് 10 രൂപ. എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ? വിഷദ്രാവക മലനിവാരണ ഫണ്ട്. മലനിവാരണ ഫണ്ടോ? വിഷദ്രാവകല്ല, മലനീരാരണ ഫണ്ട്. എന്തിനാണ്ടോ ഈ ഫണ്ടൊക്കെ? ഇവൻ വെറുതെ ശരീരം മാറിയിട്ട് ഏത് ലോകത്താടാ ജീവിക്കുന്നത്? നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി മുല്ലയ്ക്ക പുഴയിൽ വീഴുന്നത് കൊണ്ട് ആ വെള്ളം കുടിച്ച് എത്ര പേര് ആശുപത്രി കിടക്കുന്നറിയോ? എത്ര പേരാ മരിച്ചെന്നറിയോ? അതിനിപ്പോ പത്രം വായിക്കണ്ടേ? നിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിഷവെള്ളം കുടിച്ച് ആശുപത്രി കിടന്ന് ചാവുമ്പോഴേ നിനക്ക് എന്റെ ഗൗരവം മനസ്സിലാവും. അതിനെന്തിനാവാസം ഈ ഫണ്ട് പിരിവ്? വെള്ളം കുടിക്കാതെ ഈ വെള്ളം കുടിക്കാൻ കൊള്ളാത്തതുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടി ഈ ഫണ്ട്. മനസ്സിലായ? എന്ത് പറഞ്ഞാലും ശരി, എന്റെ കാശില്ല. തമാശ പറയാതെ രാഘവ. വാസു കളിക്കരുത്. വെച്ചേക്കുവല്ലയോ? വാസു കളിക്കരുത്. അത് വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള കാശാ. അരി വാങ്ങിച്ചിട്ട് ഏത് വെള്ളത്തിലിട്ടാണോ വയ്ക്കാൻ പോകുന്നത്? ഈ വിഷദ്രാവ വെള്ളത്തില്. എവിടുന്നോ ഈ വെള്ളത്തിലിട്ട് അരി വേവിച്ചിട്ട് ചാകുന്നതിനേക്കാൾ ഭേദം അരി വെക്കാതെ ചാവുമല്ലേടോ. വാസു, ഇപ്പൊ എവിടുന്നാടാ വിഷദ്രാവം ഒഴുകുന്നത്? കള്ളു കുടിക്കാൻ കാശില്ലാതാകുമ്പോ കുറ്റി എടുത്തോണ്ട് തിരിക്കാൻ ഇറങ്ങിക്കോളൂ. കാശ് കൊടുക്കാൻ. ആ പോയി അരി വാങ്ങിക്കും. ഓ, ഇയാളൊരു പുണ്യാളൻ. നിങ്ങളാണ് ഇതൊക്കെ അന്വേഷിക്കാൻ? അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. തൽക്കാലം നിങ്ങൾ ഫാക്ടറിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. ഫാക്ടറിക്കകത്തോ പുറത്തൊന്നല്ല, ഇവരെന്റെ സഹപ്രവർത്തകരാ. ഇല്ലാത്ത കാര്യം പറഞ്ഞ് കാശ് വിരിക്കുന്ന തൊഴിലാളി വർഗത്തിന് നാണക്കേടാ. ഓ, ഒരു തൊഴിലാളി സ്നേഹി. ഇപ്പൊ തന്നെ മലമറിക്കാന്ന് പറഞ്ഞ് പോയതാണ് ഡിമാൻഡ്സുമായിട്ട്. എന്നിട്ട് എന്തായി? സലിം കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തല്ലേ ഉള്ളൂ. മാനേജ്മെന്റിന് തീരുമാനമെടുക്കാൻ സമയം കൊടുക്കണ്ടേ? മുതലാളിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുതലാളിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരിക്കലും നിങ്ങളുടെ നാവ് പൊങ്ങില്ല. സലിം, എന്നെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഞാൻ തയ്യാറാണ്. പക്ഷേ മറ്റുള്ളവരെ കരുതേച്ച് കാണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്നെ അതിന് കിട്ടില്ല. മുതലാളിയെ പറഞ്ഞ കൊള്ളുമല്ലേ? അതിനും കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. സലീം, ശബ്ദത്തിൽ പേടിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നത്? പോയി ജോലി നോക്ക്. ആ ചെല്ലേ.
പറിച്ചു കളയുന്നത്? ഇത് കളയാനല്ല മമ്മി. ശോ, ഈ പെണ്ണിന് പൂ കണ്ട കൈ വെറുതെ ഇരിക്കില്ല. അയ്യോ, ഈ മമ്മിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇത് ഡാഡിയുടെ ഫോട്ടോയുടെ മുമ്പിൽ വെക്കാനാ. മിനിമോളോട് എന്തെങ്കിലും പറ ഡാഡി. ഡാഡി, ഒന്ന് ജനിക്കൂ ഡാഡി. ഡാഡി. എനിക്ക് ഇന്ന് ഇവന്റെ തീരുമാനം അറിയണം. എത്ര നാളായി നീട്ടിക്കൊണ്ട് പോകുന്നു? വേണു, നിന്റെ അഭിപ്രായം എന്താണ്? അമ്മേ, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കണോടാ രാജ എന്ന് ഞാൻ പറയുന്നത് എന്റെ സ്റ്റാറ്റസിന് മോശമല്ലേ? പോടാ അവിടുന്ന്. അവന്റെ ഒരു സ്റ്റേറ്റസ്. വെരി ഗുഡ്. ആ എടാ വേണു, നമ്മുടെ ആ പുതിയ ഓവർസിയർ ലീവ് കഴിഞ്ഞ് വന്നോ? ഏത് ഓവർസിയർ? ആ അതെ, വന്നിട്ട് നമ്മുടെ ഈ പിന്നെ ആനക്കാര്യം പറയപ്പെടാ, ഇടയ്ക്കൊരു ചേനക്കാര്യം, ഫാക്ടറി കാര്യമൊക്കെ പിന്നെ. എനിക്കിപ്പൊ അറിയേണ്ടത് ഇവന്റെ വിവാഹ കാര്യമാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കണ അവിടെ. ഇതിനൊരു തീരുമാനം എടുക്കാതെ നീ ഇപ്പൊ ഇവിടുന്ന് പോണ്ട. നീ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കുന്ന. അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് സിന്ധുവിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കവിതയുടെ കാര്യമൊന്നും ആകാതെ അവളോട് എത്ര എന്ന് വെച്ചാ പറയുക. ഇനിയൊരു വിവാഹം വേണ്ടെന്നല്ലേ അവൾ പറയുന്നത്. നമ്മൾ ആരെങ്കിലും കരുതിയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എല്ലാം അവളുടെ തലവിധി. പക്ഷേ നീ എത്ര കാലം ഇങ്ങനെ ഒറ്റത്തടിയായി കഴിയും? അതല്ലമ്മേ ഞാൻ നീ ഇനി ഒന്നും പറയണ്ട. നിന്റെ വിവാഹം കഴിഞ്ഞ് സിന്ധു ഇവിടെ വരുമ്പോ കവിതയ്ക്ക് മിണ്ടാനും പറയാനും ഒരാളുമായി. ആരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലമ്മേ. ഇവിടെ വേണു, നീ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഏയ്, ഞാനവനെ നിർബന്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓ, അവന്റെ ഭാവം കണ്ടാത്തു നീ നാട്ടിൽ വേറെ ആണുങ്ങളിൽ അല്ലേ അമ്മേ? ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ കുരങ്ങ് കളിപ്പിക്കണല്ലേ? ആ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോണം. വെരി ഗുഡ്. ഇരിക്കടാ. ചേട്ടാ, എന്താ കവിതേ? ജീവിതകാലം മുഴുവനും സന്യസിക്കാനാണ് ചേട്ടന്റെ ഭാവം? എന്നെ ഓർത്താണ് ചേട്ടൻ കല്യാണം കഴിക്കാതിരിക്കുന്നെങ്കിൽ ഈ ജീവിതത്തിൽ ചേട്ടന് കല്യാണം കഴിക്കാനൊക്കില്ല. ഞാൻ വിധവയാണ്. ഭർത്താവ് മരിച്ച വിധവയായവൾ. സിന്ധു വിവാഹം കഴിക്കാതെ വിധവയാകണമെന്നാണോ ചേട്ടൻ പറയുന്നത്? കവിതേ, എനിക്ക് ഏറ്റവും വലുത് നീയാണ്. നിന്റെ ദുഃഖം മാത്രമേ എന്നെ വേദനിപ്പിക്കൂ. ഞാനാണ് ചേട്ടന്റെ ദുഃഖമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. കവിതേ, സ്വന്തം പുരുഷനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന സ്ത്രീയുടെ മനസ്സ് ചേട്ടൻ അറിയില്ല. അതുകൊണ്ടാണ് ചേട്ടന് സിന്ധുവിന്റെ മനസ്സ് മനസ്സിലാകാത്തത്. സിന്ധുവിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. നിന്റെ മനസ്സാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനും അമ്മയും എത്ര കാലമായി നിന്നെ നിർബന്ധിക്കുന്നു. നിനക്ക് രണ്ടാമത് വിവാഹം കഴിച്ചൂടെ? മിനിമോളുടെ അച്ഛൻ മരിച്ച അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത്. പക്ഷേ ഒരു സ്ത്രീക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയൂ. എന്നെ സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ച എന്റെ ദാസേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ
സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എനിക്ക് ജീവിക്കാൻ എന്റെ ദാസേട്ടന്റെ ഓർമ്മകൾ മാത്രം മതി. മരണം വരെ എങ്ങനെ ജീവിക്കാനാണോ നിന്റെ തീരുമാനം? അതെ ചേട്ടാ, ചേട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു ദുഃഖവുമില്ല. എന്റെ മോളും ചേട്ടനും അമ്മയൊക്കെ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനു ദുഃഖിക്കണം? അതൊക്കെ നിന്റെ തോന്നലാണ്. കാലം നമ്മളെല്ലാം ഒറ്റപ്പെടുത്തും. അന്നെന്റെ അനുജത്തി ജീവിതത്തിന്റെ മുഖത്ത് നോക്കി കരയേണ്ടി വരും. ആ കരച്ചിൽ കാണാൻ ഞാൻ ചേട്ടനെ ഒരിക്കലും കരയിപ്പിക്കില്ല. എനിക്ക് വേണ്ടി ചേട്ടന്റെ ജീവിതം നശിപ്പിക്കരുത്. നിനക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ എന്റെ സന്തോഷത്തിന് വേണ്ടി ചേട്ടൻ സിന്ധുവിനെ വിവാഹം കഴിക്കണം. അവൾ എത്രയും വേഗം ഇവിടെ വരുന്നത് എനിക്കൊരാശ്വാസമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഞാനൊന്നുകൂടെ ആലോചിക്കട്ടെ. എന്നിട്ട് രാജേന്ദ്രന്റെ അമ്മ അവനെ വളരെ നിർബന്ധിച്ചു. അവൻ എന്ത് പറഞ്ഞു? അവന് കവിത ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടൊരു പ്രയാസം. എന്ന് വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ? സമയമാകുമ്പോ അതൊക്കെ താനേ നടന്നോളൂ. എന്താ സാർ ഇവിടെ മണത്ത് നിൽക്കുന്നത്? നിന്റെ വിവാഹക്കാരൻ തന്നെ ഞങ്ങൾ പറഞ്ഞത്. കുട്ടികള് ഇപ്പോഴേ അതൊന്നും കേട്ട് അങ്ങനെ രസം പിടിക്കണ്ട. ഞാൻ ഈ ഗ്ലാസ് വാങ്ങാൻ വേണ്ടി നിന്നതാ, അല്ലാതെ. വെരി ഗുഡ്. ക്ലാസ് ഇവിടെ ഇരുന്നോളും. അതിന് തന്നെത്താൻ പോകാൻ കയ്യും കാലും ഒന്നുമില്ല. നീ പോണം. പൊടി. എന്നിട്ട് അമ്മ ഒട്ടും വിഷമിക്കണ്ട. രാജൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് സിന്ധുവിനെ തന്നെ ആയിരിക്കും. എന്നാലും ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാടാ? ഈ അമ്മയോടൊരു കാര്യം പറയണമെങ്കിൽ വലിയ പാടാ. എന്താ? ഇത് തന്നെ. ആരാ, എപ്പോഴാ, എങ്ങനാ, എന്തിനാ? പോലീസുകാർ ചോദ്യം ചോദിക്കുന്ന പോലെ വള്ളിയും പുള്ളിയും തെറ്റിക്കാതെ പറയണം. അവര് ചോദിക്കുന്നത് കേസ് കളിക്കാനാന്ന് വെക്കാം. ഇത് ഉമ്മ മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റിക്കാനല്ലാതെ. അല്ലേലും തള്ളമാർക്ക് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് അവരുടെ സംസാരമൊന്നും പിടിക്കത്തില്ല. ഇനി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കത്തില്ല. വെരി ഗുഡ്. ഏതായാലും കേൾക്കാനുള്ള മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട്. അമ്മേ, അമ്മോ. ആഹാ, അമ്മ പിണങ്ങിയോ? അമ്മേ, ഞാൻ രാജേന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാ. അമ്മ ഞാൻ അപ്പൊ അമ്മ സീരിയസ് ആണല്ലേ? വെരി ഗുഡ്. നീ ഇവിടെ ഉണ്ടോ? ഇതെവിടെ പോയി കിടക്കുന്നു? നീ കണ്ടോടി? എന്തെന്നാ? നിന്നോട് ചോദിച്ച എന്നെ വേണം തല വിവരദോഷി. ഇവിടെ ഇല്ലേ? എന്തോന്നാടാ നോക്കുന്നേ? അയ്യോ, കിട്ടിയോ? എന്തോന്ന്? നാക്ക്. അല്ല, അമ്മ കുറെ നേരമായി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവിടെ കാണാൻ വെച്ച് മറന്നുപോയി കാണും. വെരി ഗുഡ്. നമുക്ക് ഈ പാർട്ടി മറ്റേ പാർട്ടിയിലോട്ട് കാല് മാറിയാലേ നമുക്ക് ദിവാകരൻ സാറിനോട് എന്റെ മകന്റെ ഒരു ജോലിക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മാവാ, ഈ ജോലി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വടക്കേ ഇന്ത്യൻ മുതലാളിത്ത സാമ്രാജ്യത്തെ ഫ്യൂഡലിസ ജനറേഷൻ ക്യാപ്പ് മാറിയാലേ നമുക്കിവിടെ രക്ഷയുള്ളൂ. അതുകൊണ്ട് അമ്മാവന്റെ മോനെ ജപ്പാനിലോട്ടയക്ക്. നമ്മുടെ ഈ മുടിഞ്ഞ നാട്ടിൽ കിടന്ന് അവന്റെ ഭാവി നശിപ്പിക്കരുത്. വെന്തുകൊണ്ടിരിക്കുകയാണ് ടു ഇന്ത്യ. ജപ്പാനിലൊക്കെ പോണെങ്കിൽ ഒരുപാട് കാശ് വേണ്ടേ മക്കളെ? ഒന്നും വേണ്ട, ഒരു പാസ്പോർട്ട് വേണമെങ്കിൽ ചെറിയൊരു വീസ അല്ലെന്ന വിസ. വിസയ്ക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചാക്കലിന്റെ വിസ്കി, ജപ്പാൻകാരനാ. അവന്റെ മഞ്ഞപ്പിത്തൊക്കെ മാറി. കമ്പനി ഞങ്ങൾ ഉപരിപഠനത്തിന് അയച്ചിരുന്നപ്പോ പരിചയപ്പെട്ടത്. എന്തൊരു തങ്കമായ മനുഷ്യനാണെന്നറിയോ?
22 ക്യാരറ്റ്. അയ്യോ എന്നാ എന്റെ മക്കളെ, എന്റെ മോൻ എങ്ങനെങ്കിലും ഇവിടെ ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. എടാ വാസു, ആ. നീ നാളെ തന്നെ ചാക്ലേറ്റ് ബിസ്റ്റിക്ക് ഒരു കമ്പി അടിക്കണേ. പറ്റത്തില്ല. ഏ? കമ്പി അടിച്ച് അവിടെ കിട്ടണ്ടേ അണ്ണാ? എന്തുകൊണ്ട് കിട്ടൂലേ? അവിടെ ദിവസവും ചാക്ലേറ്റ് ബിസ്ക്കറ്റ് കയ്യിൽ എത്ര കമ്പികളാ കിട്ടുന്നറിയോ? ഓ, അപ്പൊ നമ്മളെ കമ്പി അതിന്റെ അടിയിൽ പിന്നല്ല. പോയിരിക്കും. അതുകൊണ്ട് ഫോണോഗ്രാം അയക്കാം. ആ. അതാവുമ്പോ ചാക്ലേറ്റ് ബിസ്ക്കറ്റ് കയ്യിൽ നേരിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാ മക്കൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താണെന്ന് വെച്ചാ ചെയ്യാം. ദൈവം നിങ്ങളെ രക്ഷിക്കും മക്കളെ. വാട്ട് ഈസ് ദിസ്? ഞങ്ങൾ അത്തരക്കാരാണെന്നാണ് വിചാരിച്ചത്. മണി നോ പ്രോബ്ലം അറ്റ് ആൾ. പണത്തിനേക്കാൾ വലുതാണല്ലോ അമ്മാവ സ്നേഹബന്ധം. ജപ്പാനിലാണെങ്കിൽ പണത്തിന് ഒരു വിലയില്ല. പുഴയിലും കായലിലും ഒക്കെ കറൻസി ഇങ്ങനെ ഒഴുകി നടക്കുക. പിന്നെ? ചൂണ്ടയിട്ടാ കിട്ടുന്നത് കറൻസിയാണ്. അതുകൊണ്ട് അവിടെ ആരും മീൻ പിടിക്കാറില്ല. ഓ. അതുകൊണ്ട് അമ്മാവൻ ഫോണോഗ്രാമിന്റെ പൈസ മാത്രം തന്നാ മതി. അല്ലേ അണ്ണാ? അതിന് എത്ര രൂപയാവും മക്കളെ? അതിന് ഇവിടെ നേരെ ത്രൂ ഫോണോഗ്രാം അല്ലേ? സ്ട്രൈറ്റ് 210 രൂപ 95 പൈസ. ആ മകന്റെ ജോലിക്ക് വേണ്ടി ഭാര്യയുടെ വള പണയം വെച്ച കാശ. കഷ്ടമായി. എന്നാലും ജോലിയാണല്ലോ പ്രധാനം. ഇതാ 210 രൂപ. എനിക്ക് 5 പൈസ സലീം, അമ്മാവ ഇക്കാര്യം പുറത്താരോട് പറയും. അറിഞ്ഞ എല്ലാരും ജപ്പാനിൽ പോണെന്ന് പുറകെ കൂടും. അമ്മാവനായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി അമ്മാവൻ പോയിക്കോട്ടെ. അമ്മ ഇനി എന്തിനാ നിൽക്കുന്നത്? ആവശ്യമില്ല. അപ്പൊ അമ്മ ഞാൻ വരട്ടെ. പോയിക്കോ. ആരടാ പോയത്? ദിവാര സാറിനെ കാണാൻ വന്ന. ജോലി ചെയ്യുന്ന മറ്റേ പണി ചെയ്യുന്ന സ്ഥലത്തുണ്ടോ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ഇപ്പൊ അന്വേഷിച്ചുള്ളൂ. ഏട്ടാ, നീ ആള് മിടുക്കനാണല്ലോ. ചാക്കിലിട്ട വിസ്കിക്ക് ഫോണോഗ്രാം കൊന്തോ. ഇതെന്ത് വിസ്കിയാടാ? ഡബൽ. എന്റെ നല്ല നോട്ടം.